பெரிய எம்ஜிஆரா நீ? தலைவரா? தம்பி மயில் வாகனம், நான் தலையில்லடா, തലയെടുക്കറവൻ. പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പ്രസംഗം ചരിത്രത്തിൽ ഇടം പിടിച്ചു. ആരും മറക്കാത്തൊരു പ്രസംഗമാണ്. കോൺ രാഹുൽ എന്ന് ചോദിച്ചു നടന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന മുഴുവൻ കേട്ടുകൊണ്ട് 1.5 മണിക്കൂർ സഭയിലിരിക്കുകയും 2 തവണ എഴുന്നേറ്റ് നിന്ന് രാഹുലിന് മറുപടി പറയുകയും ഒക്കെ ചെയ്തു. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? രാഹുലിന് മറുപടി പറയാൻ സഭയിൽ നരേന്ദ്രമോദി എപ്പോ എഴുന്നേറ്റ് നിന്നുവോ അപ്പോ ആ നിമിഷത്തിൽ പുള്ളി തോറ്റു കഴിഞ്ഞു. കോൻ രാഹുൽ എന്ന് ചോദിച്ച മനുഷ്യൻ മുഴുവൻ ആത്മവിശ്വാസവും ചോർന്ന് മുഖത്തെ രക്തപ്രസാദമൊക്കെ നഷ്ടപ്പെട്ട് സഭയിൽ ഇരിക്കുന്നതും വളരെ ദുർബലമായി രാഹുൽ ഗാന്ധിയെ നേരിടാൻ ശ്രമിക്കുന്നതും മറുപടി നാളെ പറയാമെന്ന് മന്ത്രിമാർ നമ്മളോട് വിശദീകരിക്കുന്നതും ഒക്കെ കാണാൻ തന്നെ എന്തൊരു ചന്തമാണ്, എന്തൊരു മനസ്സ് കൊളിക്കുന്ന കാഴ്ചകളായിരുന്നു ഇന്നലെ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, बीजेपी पूरा हिंदू समाज नहीं है, आरएसएस पूरा हिंदू समाज नहीं है. डरो मत, डराओ मत. 1.5 മണിക്കൂർ രാഹുൽ ഗാന്ധി സംസാരിക്കുകയും നരേന്ദ്രമോദിയോടും അമിത്ഷായോടും സ്പീക്കറോടും മുഴുവൻ തർക്കിക്കുകയും കഴിഞ്ഞ 10 വർഷത്തെ മുഴുവൻ കാര്യങ്ങളും ഓർത്തു പറയുകയും ഒക്കെ ചെയ്തു. രാഹുൽ ഗാന്ധി സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ തന്നെ BJP-ക്കാർ ഭയങ്കര ബഹളമായിരുന്നു. ഭാരത് മാതാ കി ജയ് വിളികൾക്ക് ജയ് സംവിധാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന ഉയർത്തി കാണിച്ച് ചിരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ തന്നെ തുടങ്ങിയത്. जय संविधान कॉपी है उसकी. जय संविधान. തന്റെ ശക്തി എന്താണെന്ന് ലോകത്തെ കാണിക്കാനാവൻ ഇവിടെ വന്നത്. സാധാരണ നമുക്കറിയാം സ്പീക്കർ ഓം ബിർള പ്രതിപക്ഷത്തോട് പെരുമാറുന്നത് നായക്കൊർണപ്പൊടിയൊക്കെ ദേഹത്ത് വീണാലുള്ള തരത്തിലുള്ള ചൊറിച്ചിലുമായിട്ടാണ്. ഒരു ഇരിക്കപ്പുറതി ഇല്ലാത്ത പോലെ വളരെ നിശിതമായിട്ടാണ് അവരെ നേരിടുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാതെ BJP-ക്കാര് ബഹളം വെക്കുമ്പോ സ്പീക്കറെ കണ്ടോ? മൂകനും ബദിരനും അടിമയുമായ ഒരു സ്പീക്കർ ഇരിക്കുന്നത് കണ്ടോ? യാതൊരു അനക്കവുമില്ല. രാഹുൽ ഗാന്ധി സംസാരിച്ചു തുടങ്ങുന്നത് ഭരണഘടനയെ ഞങ്ങൾ സംരക്ഷിച്ചു, രാജ്യത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭരണഘടനയ്ക്കെതിരായ അക്രമത്തെ ചെറുത്തു, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ എന്നൊരാശയത്തിന് നേരെയും ഭരണഘടനയ്ക്ക് നേരെയും ഒക്കെ നിരവധി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. BJP-യുടെ ആശയങ്ങളെ എതിർക്കുന്ന എല്ലാവരും കഷ്ടപ്പെടുകയായിരുന്നു. ഞങ്ങളുടെ പല നേതാക്കളും ജയിലിലായി. പ്രതിപക്ഷ നേതാക്കൾ മാത്രമല്ല, ഏകാധിപത്യ പ്രവണതയെയും സ്വത്ത് വാരിക്കൂട്ടുന്നതിനെയും ഒക്കെ എതിർക്കുന്നവരും പാവപ്പെട്ടവരെയും ദളിതരെയും ആദിവാസികളെയും ന്യൂനപക്ഷങ്ങളെയും ഒക്കെ പീഡിപ്പിക്കുന്നതിനെ എതിർക്കുന്നവരും ഒക്കെ അതിഭീകരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടു. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാനും വളരെയേറെ ആക്രമിക്കപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം തന്നെയാണ് എനിക്കെതിരെ 20 കേസുകൾ, 2 വർഷത്തെ ജയിൽ ശിക്ഷ. എന്റെ വീട് അവർ പിടിച്ചെടുത്തു. എനിക്കത് പ്രശ്നമൊന്നുമല്ലെങ്കിലും മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള നിരന്തരമായ ആക്രമണവും അപമാനിക്കലും ഇതൊന്നും കൂടാതെ ED എന്നെ ചോദ്യം ചെയ്തത് 55 മണിക്കൂറാണ്. എന്നിട്ട് രാഹുൽ ഗാന്ധി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാനത് എൻജോയ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഏക ആശ്രയം ശിവനാണെന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ, ഹിന്ദുക്കളുടെ ദൈവമായ ശിവന്റെ ഒരു ഫോട്ടോ എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചു തുടങ്ങി. ആ സമയം മുതൽ പാർലമെന്റിൽ നിലയ്ക്കാത്ത ബഹളമാണ്. പിന്നീടുള്ള 1.5 മണിക്കൂർ അടിപിടിയും ബഹളവും തർക്കവും തന്നെയായിരുന്നു. So I'd like to start by showing an image of our refuge. Okay? ദൈവത്തിന്റെ ഫോട്ടോ ഉയർത്തി കാണിച്ചപ്പോൾ തന്നെ ഇത് ചിത്രങ്ങളൊന്നും സഭയിൽ കാണിക്കാൻ പറ്റില്ലെന്ന് സ്പീക്കർ പറഞ്ഞു. ബഹളമായി. അതെന്താ ശിവന്റെ ഫോട്ടോ ഇവിടെ കാണിക്കാൻ പറ്റില്ല എന്നായി രാഹുൽ. ഞാനിവിടെ ആകെ കാണിക്കാൻ ശ്രമിക്കുന്നത് ശിവൻ എങ്ങനെയാണ് ഞങ്ങളെ സംരക്ഷിച്ചത്, സഹായിച്ചത്, ഇത്തരം പോരാട്ടത്തിൽ ഹെൽപ്പ് ആയത് എന്നാണെന്ന് രാഹുൽ പറഞ്ഞു. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് കേട്ടിട്ടില്ല. അത് തന്നെയാണ് രാഹുലിന്റെ പണി. മതവും ജാതിയും ദൈവവും ഹിന്ദുവും ഒക്കെയാണ് നരേന്ദ്രമോദിയുടെ ആയുധങ്ങൾ. ആദ്യ ആയുധങ്ങൾ എടുത്ത് തിരിച്ചു വീശിയ ഒരു അപൂർവ ദിവസമായിരുന്നു ഇന്നലെ. സത്യത്തിൽ മോദിയും അമിത്ഷായും അടക്കമുള്ളവർ അതിനു മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിരായുധരായി തളർന്നു പോയി. കാരണം അവരുടെ കയ്യിലുള്ള ആയുധമായിരുന്നു ഇന്നലെ രാഹുലിന്റെ കയ്യിൽ. അതിനുശേഷം രാഹുൽ ഗാന്ധി മതങ്ങളെ ഹിന്ദു, ഇസ്ലാം, സിഖ്, ക്രിസ്ത്യൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തരംതിരിച്ച് ഇന്ത്യയുടെ 3 അടിസ്ഥാന ആശയങ്ങളായ സത്യം, ധൈര്യം, അഹിംസ എന്നിവയ്ക്ക് വേണ്ടി എങ്ങനെയാണ് പ്രതിപക്ഷം നിലകൊള്ളുന്നത്, അതെങ്ങനെയാണ് ഈ മതങ്ങൾ നമുക്ക് തന്ന മെസ്സേജ് എന്നൊക്കെ മതങ്ങളെ ഉദ്ധരിച്ചാണ് സംസാരിച്ച്. ഭയപ്പെടരുത് ഭയപ്പെടരുത് എന്ന ആശയം എങ്ങനെയാണെന്ന് വിവരിച്ചു. ശിവന്റെ കഴുത്തിലുള്ള പാമ്പ് ഒന്നിനെയും ഭയപ്പെടരുത് എന്ന ആശയമാണ് പ്രതിപക്ഷം ഭരണപക്ഷത്തെ പോലെ നിലകൊള്ളുന്നത്. അധികാരത്തിന് വേണ്ടി മാത്രമല്ല, സത്യം
സത്യത്തിന് വേണ്ടി കൂടിയാണ്. സത്യത്തിന്റെ സിമ്പിളാണ്. ശിവന്റെ കഴുത്തിലുള്ള പാമ്പ് ധൈര്യത്തിന്റെയാണ്, സ്ഥൈര്യത്തിന്റെയാണ്. നേരിടുന്ന ഒന്നിനെയും ഭയക്കരുത് എന്നാണ് ശിവന്റെ ചിത്രം നൽകുന്ന സന്ദേശം. പ്രതിപക്ഷത്തിരിക്കുന്നതിൽ സന്തോഷവും അഭിമാനവുമുണ്ട്. അധികാരത്തെക്കാൾ ശക്തിയുണ്ട് ഇവിടെ ഇരിക്കുന്നതിന്. ശിവനൊപ്പമുള്ള തൃശൂലം സമാധാനത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് ശിവന്റെ ഇടതു കൈയുടെ പിറകിലാണ് തൃശൂലമുള്ളത്. അഹിംസയുടെ പ്രതീകം കൂടിയാണ് ശിവന്റെ ചിത്രത്തിലുള്ള ഈ തൃശൂലം. പിന്നെ ഇടത് തോളിലാണ് ശൂലം വെച്ചത് എന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കുറെ വിശദീകരിച്ചാണ് പലതും പറയുന്നത്. ഇടത് തോളിന് പിന്നിലുള്ള തൃശൂലം വയലൻസ് അല്ല, മറിച്ചത് നോൺ വയലൻസിന്റെ പ്രതീകമാണ്. തൃശൂരം എന്ന യുദ്ധത്തിന്റെ വയലൻസ് പ്രതീകമായിരുന്നു. അത് ഉപയോഗിക്കാൻ പാകത്തിൽ ശിവന്റെ വലത് കൈയിൽ പിടിച്ചേനെ. ഞങ്ങളും BJP-യെ നേരിട്ടത് വയലൻസ് ഇല്ലാതെയാണ് എന്ന് പറഞ്ഞ് ശിവന്റെ ചിത്രം എടുത്ത് വീണ്ടും കാണിച്ചിട്ട് പറയും, ശിവൻ കൈ ഇങ്ങനെ അഭയമുദ്രയിൽ പിടിച്ചത് കാണിക്കുകയാണ്. സത്യം, ധൈര്യം, അഹിംസ എന്നതാണ് അഭയമുദ്രയുടെ അർത്ഥം എന്ന് രാഹുൽ പറയുന്നു. അതാണ് കോൺഗ്രസിന്റെ ചിഹ്നമായ കൈപ്പത്തി എന്ന് പറയുന്നത്. എന്നിട്ട് അഭയമുദ്രയെ കുറിച്ച് അങ്ങനെ വിശദമായി സംസാരിക്കുകയാണ്, കൈയെടുത്തും ചിത്രങ്ങൾ കാണിച്ചുമൊക്കെ. ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നം എന്ന് രാഹുൽ പറയുന്നു. നിർഭയത്വത്തിന്റെ പ്രതീകമാണ് അഭയമുദ്ര. അഭയമുദ്ര നമ്മളെ പഠിപ്പിക്കുന്നത് ദരോമത്ത് എന്നാണ്. ഭയപ്പെടരുത്, ഭയപ്പെടുത്തരുത്, ഭയം അകറ്റാൻ ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. മഹാത്മാഗാന്ധി അഹിംസയെ കുറിച്ച് സംസാരിച്ച കോട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ ട്രോളുന്നുണ്ട്. പ്രധാനമന്ത്രി പറയുന്നത് അദ്ദേഹത്തിന് ദൈവവുമായി നേരിട്ട് കണക്ഷൻ ഉണ്ടെന്നും പരമാത്മാ മോദിയുടെ ആത്മാവിനോട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നു. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, എന്നാൽ നരേന്ദ്രമോദി അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് കഴിഞ്ഞിട്ട് മോദി ഗാന്ധിയെ കുറിച്ച് സിനിമ കണ്ടിട്ടാണ് ലോകം ഗാന്ധിയെ അറിഞ്ഞെന്ന കാര്യം എടുത്തു പറഞ്ഞ് പരിഹസിക്കുന്നു. അതോടെ BJP ഭയങ്കര ബഹളം വെക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ധൈര്യത്തെക്കുറിച്ചും എല്ലാ മതങ്ങളും സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇസ്ലാം മതത്തെ കോട്ട് ചെയ്ത് സംസാരിക്കുന്നു. ദുവ ചെയ്യുന്ന കൈയിന്റെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുന്നു. ഇസ്ലാമിൽ ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അവർ 2 കൈ കൊണ്ടും അഭയമുദ്ര കാണിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും അഭയമുദ്രയെ കുറിച്ച് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഗുരുനാനാക്കിന്റെ ഫോട്ടോ കാണിക്കുന്നു. അദ്ദേഹവും അഭയമുദ്ര കാണിക്കുന്നതാണ് ആ ഫോട്ടോ. അപ്പോഴേക്കും ഭയങ്കര ബഹളം നടക്കുകയാണ് സഭയില്. സ്പീക്കർ ഇടപെടുന്നുണ്ട്. ഭയപ്പെടരുതെന്ന് രാഹുൽ ആവർത്തിച്ച് പറയുന്നു. ഗുരുനാനാക്ക് അത് പറഞ്ഞെന്ന് പറഞ്ഞ് വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിനെ കാണിച്ച് അദ്ദേഹവും അഭയമുദ്ര കാണിക്കുകയാണ് എന്ന് പറഞ്ഞ് അഭയമുദ്ര കാണിക്കുന്നു. ബുദ്ധനെ കാണിച്ചിട്ട് അഭയമുദ്ര കാണിക്കുന്നു. മഹാവീറിനെ കാണിച്ചിട്ട് അഭയമുദ്ര കാണിക്കുന്നു. അടിസ്ഥാനപരമായി അഹിംസ, ധൈര്യം, സത്യം, ഇതാണ് ഇന്ത്യയുടെയും കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്നു. എല്ലാ മതങ്ങളും പറയുന്നത് അഭയമുദ്രയാണെന്ന് പറഞ്ഞിട്ട് BJP-യെ ആക്രമിക്കാൻ തുടങ്ങിയാണ് രാഹുൽ. BJP ഹിന്ദുക്കളാണെന്ന് അവകാശപ്പെടുന്നത്. എന്നാൽ 24/7 വയലൻസ് നടത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ഹിംസ ചെയ്യുന്നു, വിദ്വേഷം പടർത്തുന്നു, അസത്യം പ്രചരിപ്പിക്കുന്നു. നരേന്ദ്രമോദിയുടെ മുഖത്തേക്ക് കൈ ചൂണ്ടിയിട്ട് നിങ്ങൾ ഹിന്ദുക്കളല്ല, ഒരു ഹിന്ദുവിന് ഒരിക്കലും ഭയമോ വിദ്വേഷമോ പ്രചരിപ്പിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. അഹിംസയാണ് ഹിന്ദു മതത്തിന്റെ പ്രതീകം, അതാണ് അഭയമുദ്ര എന്ന് പറഞ്ഞ് രാഹുലും ബാക്കി പ്രതിപക്ഷ അംഗങ്ങളും മോദിയെ ഇങ്ങനെ അഭയമുദ്ര കാണിക്കുന്നു. ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കുന്നവർ രാപ്പകലില്ലാതെ അക്രമവും വിദ്വേഷവും കള്ളവും പ്രചരിപ്പിക്കുന്നു. നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി രാഹുൽ പറഞ്ഞതോടെ വലിയ ബഹളമായി പിന്നെ സഭയിൽ. और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य, कि हिंदू डर नहीं फैला सकता, हिंदू हिंसा नहीं फैला सकता, हिंदू नफरत नहीं फैला सकता. और BJP 24 घंटा नफरत हिंसा नफरत हिंसा नफरत हिंसा. സ്പീക്കറും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റ് 8 ക്യാബിനറ്റ് മന്ത്രിമാരും രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെടുന്നു. നരേന്ദ്രമോദി എഴുന്നേറ്റ് സംസാരിക്കുന്നു. शिव जी कहते हैं डरो मत, डराओ मत, अभय मुद्रा दिखाते हैं, अहिंसा की बात करते हैं, त्रिशूल को जमीन में गाड़ देते हैं. और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य. आप हिंदू हो ही नहीं. हिंदू धर्म में साफ लिखा है सत्य के साथ खड़ा होना चाहिए, सत्य से पीछे नहीं हटना चाहिए, सत्य से नहीं डरना चाहिए. अहिंसा हमारा प्रतीक है. अभय मुद्रा ऐसे कीजिए अभय मुद्रा. पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है. नहीं नहीं नहीं, नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, BJP पूरा हिंदू समाज नहीं है, RSS पूरा हिंदू समाज नहीं है. हिंदू हिंसा नहीं फैला सकता, हिंदू नफरत नहीं फैला सकता,
और बीजेपी 24 घंटा नफरत, हिंसा, नफरत, हिंसा, नफरत, हिंसा, ये ठेका नहीं है बीजेपी का। सब हिंदू हैं यहाँ पे, आप बात समझिए। ये इसलिए चिल्ला रहे हैं क्योंकि तीर जाके दिल में लगा है, दिल में जाके तीर लगा है, इसलिए ये चिल्ला रहे हैं, नहीं तो चुप हो गए। നരേന്ദ്രമോദി വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് ഗുരുതരമായ പ്രശ്നമാണ്, മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അക്രമകാരികൾ എന്ന് വിളിക്കുന്നത് വളരെ ഗുരുതരമാണെന്ന് പറയുന്നു. രാഹുൽ വീണ്ടും എഴുന്നേറ്റ് വലിയ ബഹളം വെക്കുന്നു. ഞങ്ങളൊക്കെ ഹിന്ദുക്കളാണ്, ഞാൻ ഹിന്ദുക്കളെ അക്രമകാരികൾ എന്ന് വിളിച്ചില്ല. മോദിയും BJPയും RSSും അങ്ങനെ മുഴുവൻ ഹിന്ദുക്കളെ ഒന്നും പ്രതിനിധീകരിക്കുന്നില്ല. ഹിന്ദുമതം BJPയുടെ കുത്തുകയല്ലെന്നും ഹിന്ദുമതത്തിന്റെ അട്ടിപ്പേർ അവകാശം നരേന്ദ്രമോദിയും RSSും BJPയും എടുക്കേണ്ടെന്ന് രാഹുൽ വിളിച്ചു പറയുന്നു. അതോടെ ഭയങ്കര ബഹളം നടക്കുകയാണ്. ഹിന്ദു അഹിംസയും വിദ്വേഷവും വെറുപ്പും ഒന്നും പടർത്തില്ലെന്നും BJP ഇതൊക്കെ ചെയ്യുന്നു എന്നും പറഞ്ഞ് രാഹുൽ വീണ്ടും നരേന്ദ്രമോദിയെ ഭയങ്കരമായി പ്രകോപിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ടൊരു ഭയങ്കര കോമഡി സീനാണ് ശരിക്കുണ്ടായത്. ഭഗവാന്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ നിന്നും BJPക്ക് ഒരു സന്ദേശം അയച്ചു. ആ സന്ദേശം ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫൈസാബാദിൽ നിന്ന് ജയിച്ചു വന്ന BJP തോൽപ്പിച്ച MP സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് പ്രസാദിനെ കൈ കൊടുക്കുക, അദ്ദേഹത്തെ നോക്കി കൈ കൂപ്പുകയും ചെയ്യുന്നു. വീണ്ടും അയോധ്യ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ബഹളമായി. അമിത്ഷാ എഴുന്നേറ്റ് ബഹളമായി. ഇതൊന്നും ഇവിടെ പറ്റില്ല എന്നായി. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നായി അമിത്ഷാ. അതിനിടെ അയോധ്യ എന്ന് പറഞ്ഞപ്പോൾ രാഹുലിന്റെ മൈക്ക് ഓഫ് ചെയ്തെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി സ്പീക്കറോട് ഭയങ്കര അടിപിടി കൂടി. മൈക്ക് ഓഫ് ആക്കിയില്ല എന്ന് പറഞ്ഞിട്ട് സ്പീക്കർ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. വീണ്ടും ബഹളം. രാമൻ ജനിച്ച ഭൂമിയിൽ നിന്നും BJPക്ക് ഒരു സന്ദേശം കിട്ടി. ആ സന്ദേശം ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്നുണ്ട്. അയോധ്യയിൽ എയർപോർട്ട് വന്നു. അയോധ്യയിലെ ജനങ്ങളുടെ ദുരിതം പറയാണ്. അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു, കോമ്പൻസേഷൻ കൃത്യമായി കിട്ടിയില്ല, കടകളും വീടും നഷ്ടപ്പെട്ടു. അവരെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പക്ഷേ നരേന്ദ്രമോദി വിളിച്ചില്ല. ഇത്രയും സഫർ ചെയ്തിട്ടും അദാനിയും അംബാനിയുമാണ് ഉദ്ഘാടനത്തിന് വന്നത്. നരേന്ദ്രമോദിക്ക് ഭയമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇലക്ഷൻ സർവേ നടത്തുന്നവർ അദ്ദേഹത്തെ അവിടെ മത്സരിച്ചാൽ തോറ്റുപോകുമെന്ന് ഉപദേശിച്ചു. അതിനാൽ അദ്ദേഹം വാരണാസിയിലേക്ക് മാറി. അവിടെ നിന്ന് അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെടാൻ ഫുൾ പരിഹാസവും പുച്ഛുമാണ് മോദിയോട് കാണിക്കുന്നത്. മോദി എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നതാണ് എനിക്ക് ഭയം. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല മോദിയുടെ സ്വന്തം അനുയായികളിലും മന്ത്രിമാരിലും ഒക്കെ ആഴത്തിൽ ഒന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു വീണ്ടും പരിഹാസം തുടരുന്നു. ഇന്ന് രാവിലെ മുതിർന്ന കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും ഒക്കെ പുഞ്ചിരിയോടെ തന്നെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ അഭിവാദ്യം ചെയ്തു. എന്നാൽ പിന്നീട് നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചിരിയില്ല, വളരെ സീരിയസ് ആണ്. ആ സമയത്ത് രാഹുലിനോട് മിണ്ടാൻ ഇവർക്ക് പേടിയാണെന്ന് പറഞ്ഞ് വീണ്ടും പരിഹാസം. സ്പീക്കർ ഇടപെടുന്നു, ബഹളമാവുന്നു. അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കസേരയിൽ നിന്ന് എഴുന്നേറ്റു. माननीय अध्यक्ष जी, लोकतंत्र ने और संविधान ने मुझे सिखाया है कि मुझे विपक्ष के नेता को गंभीरता से लेना चाहिए. ലോക്സഭയിലെ അടിയും വഴക്കും ബഹളവും അതിനിടയിൽ കിടിലൻ പ്രസംഗവും അങ്ങനെ തുടർന്നു പോയി. രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട എല്ലാ വിഷയവും സംസാരിച്ചു. മണിപ്പൂർ സംസാരിച്ചു, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം സംസാരിച്ചു, നീറ്റ് പരീക്ഷ തട്ടിപ്പ് പറഞ്ഞു, കർഷക സമരം പറഞ്ഞു, അഗ്നിപഥിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. സ്പീക്കർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാൻ രാഹുൽ ഗാന്ധി മറന്നേയില്ല. And I want to shake your hand. I need to shake your hand. Please, when I shake your hand, you stood straight like this and shook my hand. And when Modi ji shook your hand, you bowed down and shook his hand. മോദിക്കും രാഹുലിനും സ്പീക്കർ കൈ നൽകിയതിലെ വ്യത്യാസം പറഞ്ഞ് സ്പീക്കറെയും രാഹുൽ ഗാന്ധി പരിഹസിക്കുകയാണ്. മോദിയെ കണ്ടപ്പോൾ സ്പീക്കർ കുമ്പിട്ട് വണങ്ങിയെന്നും രാഹുലിന് നിവർന്നു നിന്നുകൊണ്ട് കൈ നൽകിയെന്നും രാഹുൽ ഗാന്ധി പറയുമ്പോൾ പ്രധാനമന്ത്രി സഭയുടെ നേതാവല്ലേ എന്ന് സ്പീക്കർ പറയുന്നു. സഭയുടെ നേതാവ് സ്പീക്കർ ആണെന്നും ബാക്കി എല്ലാവരും സ്പീക്കർക്ക് താഴെയാണെന്നും രാഹുൽ പറയുന്നു. 1.5 മണിക്കൂർ പ്രസംഗം വേർഡ് ബൈ വേർഡ് ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്യില്ല, എളുപ്പമല്ല എന്ന് നിങ്ങൾക്കും അറിയാം. ഒറിജിനൽ പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബിൽ പോയി നിങ്ങളൊക്കെ കാണും. ഇതൊരു ചരിത്രമാണ്, അത്രയ്ക്ക് രസവുമുണ്ടത്. രാഹുൽ ഗാന്ധി ഒരു മികച്ച പ്രതിപക്ഷ നേതാവായി മാറിയിരിക്കുന്നു. നരേന്ദ്രമോദി വളരെ ദുർബലനായ ഒരു പ്രധാനമന്ത്രിയായി മാറിയ ദിവസമാണ് ഇന്നലെ. ഇതൊക്കെ കാണാൻ തന്നെ എന്തൊരു സുഖാണ്. അപ്പൊ നമുക്ക് വീണ്ടും നാളെ കാണാം.